മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് കെ രമയുടെ ചോദ്യങ്ങളെയാണ് എന്ന് പല മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടു കൂട്ടരും നിയമസഭയിൽ കാണുന്നതല്ലാതെ മുഖാമുഖം കാണുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. 2023 കെ രമയും പിണറായി വിജയനും മുഖാമുഖം കണ്ട എന്നാൽ ചിരിക്കുന്നില്ല എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മറുപടിയായി അന്ന് കെ രമ പറഞ്ഞിരുന്നത്, സഭയിലിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കാണുന്നതല്ലാതെ ഒരിക്കൽ പോലും നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അന്ന് ആ പരിപാടിയിൽ എന്തോ പറഞ്ഞപ്പോൾ എന്നെ നോക്കിപ്പോയി എന്നതാണ്. എന്നെ മാത്രമായി നോക്കിയതല്ല അതാണ് ചിത്രം എന്നായിരുന്നു കെ രമ പറഞ്ഞത്. വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം കെ രമയും പിണറായി വിജയനും മുഖാമുഖം നോക്കി സംസാരിച്ചു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷം ആദ്യമായാണ് ഇന്നലെ മുഖ്യമന്ത്രിയും രമയും നേരിട്ട് സംസാരിച്ചത്. സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിൽ കോഴിക്കോട് ജില്ലയിലെ വികസന പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച ചർച്ചയിൽ RD ഓഫീസിനായുള്ള സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കണം എന്നായിരുന്നു രമയുടെ ആവശ്യം. നോക്കാം എന്ന അനുകൂല മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടേത്. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം കെ രമയും മുഖ്യമന്ത്രി മുഖാമുഖം കണ്ട് സംസാരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രമയെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിവസം തന്നെയാണ്. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ കെ രമ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനെ പൂർണ്ണമായി തള്ളുകയായിരുന്നു സ്പീക്കർ. സ്പീക്കറിന്റെ ഈ നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് കെ രമ. ഇപ്പോൾ രൂക്ഷമായ പ്രതികരണമാണ് കെ രമ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ നടത്തിയിട്ടുള്ളത്. പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ല എന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു, അല്ലാതെ സ്പീക്കറല്ല. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദിക്കാൻ. ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും കെ രമ തുറന്നടിച്ചു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന സന്ദേശം സർക്കാർ പ്രതികൾക്ക് നൽകുകയാണ്. പ്രതികളെ CPM നേതൃത്വത്തിന് ഭയമാണ്. ഇത്രയും അധികം പരോൾ കിട്ടിയ മറ്റേത് പ്രതികളുണ്ട്? CPM നേതാക്കൾ പ്രതികളെ കാണാൻ ജയിലിലേക്ക് ഓടുകയാണ്. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഗൂഢാലോചന ഉണ്ടെന്നും അവർ ആരോപിച്ചു. ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് സർക്കാരിന്റെ നടപടി. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് ശിക്ഷാ ഇളവിന് ശുപാർശ കത്ത് കൊടുത്തത്. ആരും അറിയാതെ പ്രതികളെ പുറത്തുവിടാൻ സർക്കാർ ഗൂഢാലോചന നടത്തി. ക്രിമിനലുകളെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് ഇതെന്നും കെ രമ ആരോപിച്ചു. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല. പ്രതികൾക്ക് ഇളവ് നൽകിയിട്ടില്ല എന്നും നോട്ടീസ് അവതരണത്തിന് അനുമതി നൽകാനാവില്ല എന്നുമായിരുന്നു സ്പീക്കർ നിലപാടെടുത്തത്. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കെ രമ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ പരിഗണിക്കാൻ പോലും സ്പീക്കർ തയ്യാറാവുകയായിരുന്നില്ല. അങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നില്ല എന്ന വാർത്തകൾ വന്നിരുന്നുവെന്നും വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നുമായിരുന്നു സ്പീക്കറുടെ വാദം. സർക്കാർ മറുപടി പറയുന്നതിന് പകരം സ്പീക്കർ എന്തർത്ഥത്തിലാണ് മറുപടി പറയുന്നത് എന്നായിരുന്നു സ്പീക്കറിന്റെ നടപടിയോട് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു.